ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിതാ ഈ ഒരു ചുരിദാർ വെച്ചിട്ട് എങ്ങനെയാണ് അളവെടുത്തിട്ട് ഒരു ലൈനിങ് ഇല്ലാത്ത ചുരിദാർ അടിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് ഫസ്റ്റ് ഇത്ര പോകുന്നൊരു ടോപ്പായിരുന്നു. അതിന് ശേഷമാണ് ഞാനിതാ ഇതുപോലത്തെ ഒരു ചുരിദാർ ആക്കിയിട്ട് മാറ്റിയത്. കണ്ടോ? വീഡിയോ ഇത് നമുക്ക് എങ്ങനെയാണോ നീളം, ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു മെറ്റീരിയൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇപ്പം ഇങ്ങനെയല്ലേ നമ്മൾ ഇതുപോലെ ആക്കിയിട്ട് രണ്ടാക്കിയിട്ട് മാറ്റിയിട്ട് അതിനുശേഷം ഒന്നുകൂടി ഇതുപോലെ മാറ്റിയിട്ട് നമുക്ക് ഇടാം. നമ്മളിത് തുണി നാലാക്കിയിട്ട് മടക്കിയിട്ട് അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ചുരിദാറും ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചുരിദാറിൽ നിന്ന് തന്നെ എങ്ങനെയാണ് എളുപ്പത്തിൽ അളവെടുക്കുക എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. കഴുത്തൊക്കെ നമ്മൾ കറക്റ്റാക്കിയിട്ട് ഇടണം കേട്ടോ. ഇതാണ് ഇതുപോലെ നമ്മൾ കറക്റ്റാക്കിയിട്ട് ഇട്ടാൽ മാത്രമാണ് നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മളിതാ കറക്റ്റാക്കിയിട്ട് കഴുത്തും എല്ലാതും ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോന്നായിട്ട് മാർക്ക് ചെയ്യാം. ഇത് നമുക്ക് ഇവിടെയാണ് ശരിക്കും കഴുത്തിൻ്റെ ആ ഒരു പോയിന്റ് ഉള്ളത് അല്ലേ. നമുക്ക് ഈ ഒരു ഭാഗത്തല്ലേ കറക്റ്റ് പോയിന്റ് ഇടേണ്ടത്. അപ്പോൾ അതിന് ഒരു 1/4 ഇഞ്ച് മുന്നേ നമ്മൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യണം. കാരണം നമുക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് മുന്നേ വരെ ആക്കിയാൽ മാത്രമാണ് ഇത് കിട്ടുള്ളൂ. ഇതിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പറഞ്ഞത് മനസ്സിലാവില്ല അല്ലേ, എനിക്ക് തോന്നി. നമ്മളിപ്പോൾ ഈ ഒരു പോയിന്റിൽ നമ്മൾ കട്ട് ചെയ്യുകയാണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മടക്കി അടിക്കുമ്പോൾ അത് ഈ ഒരു പോയിന്റിലാണ് നമ്മൾ എത്തുക. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പോയിന്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നെയാണ് നമ്മൾ ആ ഒരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്യണം കഴുത്തിനായിട്ട്. അപ്പം ഇതുപോലെ നമ്മൾ ഒരു 1/4 ഇഞ്ച് കഴുത്തിനായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കഴുത്തിൻ്റെ ഇറക്കം, പിന്നെ കഴുത്തിൻ്റെ ഇറക്കവും നമ്മൾ കറക്റ്റായിട്ടൊന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് അറിയാത്തവരാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഡോട്ടിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ കഴുത്ത് ഇതുപോലെ മാർക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ ഷോൾഡർ കറക്റ്റ് പിടിച്ചിട്ട് ഷോൾഡർ എവിടെയാണ് വരുന്നത്, അപ്പോൾ അത് ഈ ഒരു പോയിന്റിൽ നമ്മളൊന്ന് ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെയാണ് കറക്റ്റ് ഷോൾഡർ കിടക്കുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് അതിൻ്റെ ഇപ്പുറത്ത് ഒരു മാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കൈക്കുഴിയുടെ ഭാഗം എവിടെയാണ് വരുന്നത്, ഈ ഒരു ഭാഗത്തല്ലേ. അപ്പം അത് നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വണ്ണം, നമ്മളുടെ ഈ ഒരു ചുരിദാറിൻ്റെ വണ്ണം കറക്റ്റ് ഈ ഒരു ഷേപ്പിന് നമ്മൾ വരച്ചു കൊടുക്കുക. നമ്മൾ ചുരിദാറിൻ്റെ വണ്ണം ഈ ഒരു ഷേപ്പിന് കറക്റ്റ് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അടിഭാഗം വരെയും ഇതുപോലെ ഇറക്കത്തിൻ്റെ അതുവരെ നമ്മൾ കറക്റ്റാക്കിയിട്ട് ഇതുപോലെ വരച്ചു കൊടുത്തു. അപ്പോൾ നമുക്ക് ഈ ഒരു ഇറക്കം കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതിന് കുറച്ച് ഇപ്പുറത്ത് ഒരു ഇഞ്ച് മാറ്റിയിട്ട് വേണം നമ്മൾ ഇടാൻ. അപ്പോഴാണ് ഇങ്ങോട്ട് ഒരു മടക്ക്, ആ മടക്ക് കഴിഞ്ഞ് ഇങ്ങോട്ട് ഒരു മടക്ക് കിട്ടുമ്പോൾ ഇത്. പക്ഷെ എനിക്ക് ഈ ഇറക്കം പോരാ, എനിക്ക് കുറച്ചും കൂടി ഇറക്കം വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി തുണി ഞാൻ കൂട്ടിയിടണ്ടേ. അപ്പോൾ ഒരു 2 ഇഞ്ചിൻ്റെ അടുത്ത് ഞാൻ കൂട്ടിയിട്ടാണ് ഇടുന്നത്. കാരണം എനിക്ക് ഈ ഇറക്കം പോരാ, കുറച്ചും കൂടി ഇറക്കം വേണമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് ഇതാക്കണത്. അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ അവിടെയും ഒരു 2 ഇഞ്ച് കൂട്ടിയിട്ട് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ കറക്റ്റ് നമ്മളുടെ ഈ ഒരു ചുരിദാറിൻ്റെ ഷേപ്പ് നമ്മൾ വരച്ചു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇവിടെയൊക്കെ നമ്മളിങ്ങനെ വരച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിന്ന് ഒരു 2 ഇഞ്ച് മാറ്റിയിട്ട് നമ്മൾ തയ്യൽ തുമ്പ് കൂടി ഇതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇവിടെയൊക്കെ 1 ഇഞ്ച് തയ്യൽ നമ്മൾ ഓപ്പൺ ഇടുന്ന ആ ഒരു പോയിന്റിന് ശേഷം നമ്മൾ 1 ഇഞ്ച് എക്സ്ട്രാ കൊടുത്താൽ മതിയാവും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മതിയാവും കേട്ടോ. ഇതുപോലെ നമ്മൾ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കറക്റ്റ് വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഇങ്ങോട്ടേക്ക് മാറ്റാം. എന്നിട്ട് ഇത് നമ്മൾ കഴുത്ത് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ വരച്ചു. ഷോൾഡറിൻ്റെ ഭാഗം നമ്മൾ കറക്റ്റ് വരച്ചു. അതിന്നൊരു 1/4 ഇഞ്ച് നമ്മൾ കൂട്ടിയിട്ടു. ഇനി അതുപോലെ തന്നെ നമുക്ക് കൈക്കുഴിയുടെ ഈ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ വരയ്ക്കാം. നമുക്ക് ശരിക്കും പറഞ്ഞൊരു ചുരിദാർ അടിക്കാൻ ടാപ്പിൻ്റെ ആവശ്യമേ ഇല്ല. ഇതുപോലെ നമ്മൾ ഇതിങ്ങനെ പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ
ഇതിപ്പോ കറക്റ്റ് ആക്കിയിട്ടല്ലേ വെച്ചേക്കണത്. അപ്പൊ ഈ ഒരു പോയിന്റിൽ നമ്മളിങ്ങനെ ജസ്റ്റ് പ്രസ് ചെയ്ത് കുത്തി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ഭാഗം കിട്ടും. അപ്പൊ അവിടെ ഒന്ന് മാർക്ക് ചെയ്യാം. അവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കുഴിച്ചിട്ട് നമ്മൾ വരച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കൈക്കൊടിയുടെ ഭാഗം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ കഴുത്ത് നമ്മൾ ഇങ്ങനെയല്ലേ കറക്റ്റ് വരച്ചിരുന്ന, ഇതിന്ന് ഒരു 1/4 ഇഞ്ച് മേലേക്ക് കയറ്റിയിട്ടാണ് നമ്മൾ ഇതാക്കേണ്ടത്. കാരണം ഇത് കഴുത്തിൻ്റെ കറക്റ്റ് അളവാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു 1/4 ഇഞ്ച് മേലേക്ക് കയറ്റിയിട്ട് ഇതുപോലെ ഇങ്ങോട്ട് വരച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ കറക്റ്റ് അളവ് വണ്ണം. ആ വണ്ണം ഇനി ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ആ ഒരു അളവെടുത്തത് ഞാൻ ഒന്നുകൂടി കടുപ്പിച്ചിട്ട് വരയ്ക്കുന്നുണ്ട്. നമ്മൾ ചുരിദാറിൻ്റെ അതേ ഷേപ്പിന് നമ്മൾ ഓൾറെഡി വരച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു 2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ എക്സ്ട്രാ ഇട്ടിട്ട് അതുകൂടി ഒന്ന് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ആ 2 ഇഞ്ച് തയ്യൽ തുമ്പിൽ അന്തേനാണ് നമ്മൾ വെട്ടേണ്ടത് കേട്ടോ. അതുപോലെ തന്നെ നമ്മളുടെ അടിഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് 2 ഇഞ്ച് തയ്യൽ തുമ്പൊന്നും ആവശ്യമില്ല. നമുക്ക് അവിടെ ഒരു ഭാഗത്ത് ആ സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് കഴുത്തിൻ്റെ കാര്യം ഒന്ന് നോക്കി നോക്കാം. ഇതിപ്പോൾ കഴുത്തും ബാക്കും ഫ്രണ്ടും ഒരുപോലെയല്ലേ നമ്മളിപ്പോൾ വരച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ കഴുത്ത് ബാക്കിറക്കം കുറവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് കയറ്റിയിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം വെട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ കഴുത്തിൻ്റെ അകലത്തിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെട്ടി കൊടുത്തിട്ട് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് വെട്ടാവുന്നതാണ്. അപ്പോൾ ഇത് അളവുകളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് എല്ലാതും വരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെട്ടാം. എൻ്റെ മറ്റേ ശരിക്കത്തെ കത്രിക കാണുന്നില്ല, കുറച്ച് നേരം ഞാൻ തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനി മക്കൾ വന്നു കഴിഞ്ഞാൽ എനിക്ക് കാണാത്ത കാര്യങ്ങളൊക്കെ അവർക്ക് കാണുള്ളൂ. അപ്പോൾ ഇതിനെ കട്ട് ചെയ്യണ ആ വീഡിയോ ഞാൻ ഇടുന്നില്ല, കാരണം തീരെ മുറിച്ചില്ല. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത ഇതിൽ അപ്ലോഡ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ കൈ ഞാൻ വെട്ടണത് കാണിച്ചിട്ടില്ല, കാരണം ഇത് മൊത്തത്തിൽ വെട്ടിയതിന് ശേഷം മാത്രമാണ് ഞാൻ കൈ വെട്ടണുള്ളൂ. അപ്പോൾ അതിൻ്റെ വീഡിയോ അടുത്തതിലിടാം കേട്ടോ. അപ്പോൾ വെട്ടുമ്പോൾ കറക്റ്റ് ആ ഒരു തയ്യൽ തുമ്പ് കൂട്ടിയിട്ടുള്ള ഭാഗങ്ങൾ ആ ഭാഗങ്ങളിലൂടെ വേണം വെട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എല്ലാ കറക്റ്റ് അളവ് വരച്ചിട്ട് അതിൻ്റെ മേലെ കൂടെ നമ്മൾ കുറച്ച് ഒരു 1/4 ഇഞ്ച് കൂട്ടിയിട്ടല്ലേ നമ്മൾ തയ്യൽ തുമ്പൊക്കെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതേനെ നമ്മൾക്ക് മുറിച്ചെടുക്കണം. അപ്പോൾ കഴുത്തിന് ഞാൻ തയ്യൽ തുമ്പ് ബാക്കും ഫ്രണ്ടും ഒരേപോലെ തന്നെയാണ് വെട്ടണത്, കാരണം എനിക്കിത് ഇറക്കം കുറവാണ് കഴുത്തിൻ്റെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കും ഫ്രണ്ടും ഒരുപോലെ വെട്ടിയിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ആ ആ വരച്ചതുപോലെ തന്നെ വെട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ അടുത്ത വീഡിയോയിൽ ഇടാവേ. അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു.